കഴിഞ്ഞ ദിവസം ജയന്തി ജനത കണ്ടപ്പോഴാണ് പൊതിച്ചോറ് തിന്നാൻ ഒരു കൊതി തോന്നിയത്. പൊതിച്ചോറും ജയന്തി ജനതയും തമ്മിൽ അഗാധമായ ബന്ധമുണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ പൊതിച്ചോറുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടി ഞാനൊരു മോരുകൂട്ടാൻമ തുടങ്ങിട്ടോ. മോരുകൂട്ടാൻ സാധാരണ വെക്കുന്ന പോലെയല്ല, നമ്മളിങ്ങനെ എണ്ണയിലൊക്കെ കാച്ചിയെടുത്തിട്ടുള്ള മോരുകൂട്ടാനുണ്ടല്ലോ, അതാണ് നമ്മൾ തയ്യാറാക്കിയത്. അതും കുമ്പളങ്ങ ഇട്ടിട്ട് മോരും അതുപോലെ തന്നെ അരപ്പും ഒക്കെ കൂട്ടി അരച്ച് അതുപോലെ ഒഴിച്ച് ഒരു അടിപൊളി കട്ടക്കാളെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അഗത്തിച്ചീര ഉണ്ടല്ലോ, നമ്മുടെ അഗസ്ത്യ ചീര, അതാണ് ഇപ്പോൾ ഇവിടുത്തെ താരം. ഞാൻ എന്നും അഗസ്ത്യ ചീര കഴിക്കുന്നുണ്ട്. ഇപ്പോൾ കറികൾക്ക് വേറെ എവിടെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. മുറ്റത്തിറങ്ങുക, പൊട്ടിക്കുക, കറി വയ്ക്കുക, കഴിക്കുക. മുട്ടയിട്ടും തേങ്ങയിട്ടും അല്ലാതെയും അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാനിതിനെ കറി വെച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത്തിരി നോൺ വെജ് ഇല്ലാണ്ട് എങ്ങനെയാണ് ചോറങ്ങോട്ട് ഇറങ്ങുക എന്ന് തോന്നിയപ്പോൾ നമ്മളൊരു ചിക്കൻ വറുത്തതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചമ്മന്തി. ഈ പൊതിച്ചോറ് കിട്ടുമ്പോൾ ചമ്മന്തി മസ്റ്റാണല്ലോ. അത് നമ്മുടെ പുളിയും ചെമ്മീനും ഒക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തിയാണെങ്കിൽ പിന്നെ പറയും വേണ്ട. നല്ല നെയ്യിൽ നമ്മുടെ കടുകും വറ്റൽമുളകൊക്കെ കാച്ചി മോരിലേക്ക് ഒഴിച്ച് പിന്നെ വാഴയില പൊട്ടിച്ചുകൊണ്ട് ഒന്ന് അതിനെ വാട്ടിയെടുത്ത് നമുക്കിനി ചോറ് വിളമ്പി തുടങ്ങാം കേട്ടോ. മൂന്നാൾക്കുള്ള ചോറ് ഒരു കുട്ടി പൊതി നമ്മുടെ ശ്രീകുട്ടനും കൂടി വിളമ്പുന്നുണ്ട്. എല്ലാ കറികളും നല്ല ഭംഗിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വിളമ്പി വെച്ച് ഇതിനെ നമുക്ക് കെട്ടിപ്പൂട്ടി ഒരു 2-3 മണിക്കൂർ വെക്കാം. ഇനിയിപ്പോൾ ഇത് വൈകുന്നേരം ഭാഗ്യനൊക്കെ വന്നിട്ടേ നമ്മൾ തുറക്കുള്ളൂ കേട്ടോ. പണ്ട് പൂനെയിൽ പഠിക്കാൻ പോകുമ്പോൾ ജയന്തി ജനതയിൽ 36 മണിക്കൂറിൻ്റെ യാത്രയും ഈ പൊതിച്ചോറ് തുറക്കുന്ന ആ ഒരു ഓർമ്മയും കൂടി വന്നപ്പോഴേ കണ്ണീന്ന് എന്താണെന്നറിയില്ല, അറിയാതെ വെള്ളം വന്നടാ. ഇപ്പം ആ ബന്ധം മനസ്സിലായില്ലേ. അപ്പോൾ പൊതിച്ചോറ് എന്നുള്ള ആഗ്രഹം അവിടെ തീർന്നു.